കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലയോലപ്പറമ്പിൽ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയുടെ സ്തോത്രം. യേശുക്രിസ്തു രാജാവായി വരുന്നു എന്ന ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. 1ഉം 2ഉം ദിവസങ്ങളെ ക്ലാസ്സുകൾ കഴിഞ്ഞ മാസം അതിൻ്റെ പിന്നത്തെ മാസവും ഇപ്പം മൂന്നാമത്തെ മാസം ഈ ക്ലാസ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. ദൈവമക്കളുടെ ഭാവി പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം, ഈ ലോകത്തിലെ യാതൊന്നുമല്ല എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. ഈ ലോകം ക്ഷണഭങ്കുരം, ഇവിടെ കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്തത്, ദൈവരാജ്യം കാണാത്തതാണ്. കർത്താവിനെ നമുക്ക് കണ്ടിട്ടില്ല. കാണാത്ത ചില എന്തിനോ വേണ്ടിയാണ് നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. അത് ദൈവരാജ്യം ആണ്, അത് രൂപാന്തര ശരീരമാണ്, അത് പുതിയ ആകാശം പുതിയ ഭൂമിയാണ്. ഈ വക ആത്മീക ഘനമായ വിഷയങ്ങളാണ് ഒരു ദൈവപൈതലിന്റെ പ്രത്യാശ. നിർഭാഗ്യമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങളൊന്നും അധികം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു ദുഃഖമായിട്ട് അവശേഷിക്കുന്നു. എന്നാൽ കർത്താവ് അടിയന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ദൈവമക്കൾക്ക് ഭാവിയിൽ ലഭിക്കാനുള്ള സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് പകർന്നു കൊടുക്കണമെന്നുള്ളൊരു വലിയ വെളിപ്പാടാണ് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ സന്തോഷം വളരെ വലുതായിരിക്കുന്നു. സ്തോത്രം. കാരണം ഞാൻ അതൊക്കെ ഓർത്ത് സന്തോഷിക്കുന്ന ആളാണ്. ഭാവി കാര്യങ്ങളെ ഓർത്ത് ഞാൻ ആനന്ദിക്കുന്ന ആളാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ ശരീരം പല രോഗങ്ങളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, അതിൻ്റെതായ അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വാർദ്ധക്യം വരുമ്പോൾ തന്നെ അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ട്. ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, അല്ലേ? ഈ 4 ഘട്ടങ്ങളെ മനുഷ്യൻ തരണം ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ വാർദ്ധക്യ സൗകര്യത്തിലായിരിക്കുക. അതിൻ്റെതായ അസ്വസ്ഥതകൾ ശരീരത്തിലുണ്ട്, അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ആ അസ്വസ്ഥതകളും ഭാരങ്ങളും രോഗങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. എന്താ നമ്മുടെ പ്രത്യാശ? നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ശരീരത്തിൽ, ബോഡിക്ക് ഒരു രൂപാന്തരമുണ്ട്. എന്താ രൂപാന്തരം? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ചു. കാൺമീൻ ആമേൻ. അടുത്ത ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. കണ്ടോ, ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന. ഇതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയില്ലാത്ത ഒരു ബന്ധക്കോസുകാരനും സ്വർഗരാജ്യത്തിന്റെ പടിവാതിലാണ്. ഞാൻ വചനത്തോട് പറയും. അടുത്ത വാക്യം കൂടി ഒന്ന് വായിക്കണം. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവർ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഇന്ത്യ രാജ്യവും അയൽ രാജ്യമായ പാകിസ്ഥാനുമായി. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ രാജ്യക്കാരായ 10-28 പേരെ നിഷ്കരുണം കൊന്നൊടുക്കിയ ആ ഭീകരന്മാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിയമപരമായി അവരെ ശിക്ഷിച്ച് ശരിയായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കർത്താവേ ഇടയാക്കുക. ന്യായമായ പ്രാർത്ഥനയാണ്. ഒരു അന്യായവും ഇല്ല അതിൽ. ശത്രുവിനെ സ്നേഹിക്കാൻ മിത്രനെ സ്നേഹിക്കുക, അത് വേറൊരു വിഷയമാണ്. അത് കർത്താവ് ഗിരിപ്രഭാഷണം 5-ൽ പറഞ്ഞാൽ അത് വേറൊരു സബ്ജക്റ്റ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ അതൊരു കോൺടാക്ട്സ്, അത് വേറെ കോൺടാക്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരെ നിഷ്ഠൂരം വധിച്ച ആ ഭീകരന്മാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് നമ്മുടെ ഭരണാധികാരികളെയും നമ്മുടെ സൈന്യത്തെയും ശക്തിപ്പെടുത്താൻ വേണ്ടി, അവർക്ക് അതിനുള്ള ആർജവം കൊടുക്കാൻ വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഭീകരവാദം ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ചോദിക്കും, പാസ്റ്റേ ഭീകരവാദം പൂർണ്ണമായിട്ട് പോകത്തേയില്ല, ഒരിക്കലും പോകത്തില്ല. കാരണം പിശാച് പോകുന്നതോടുകൂടി ഭീകരവാദം പോകത്തുള്ളൂ.
നമ്മളത് മനസ്സിലായി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. കാര്യങ്ങൾ കാര്യകാരണ സഹിതം പഠിച്ചു പോകണം എന്നുള്ളൊരു നിർബന്ധം. 12-ന്റെ ഞാൻ പറയാം, 12-ന്റെ 9-ാമത്തെ വാക്യം. ആ ആ മതി മതി, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് വായിക്കേണ്ട ഒരു ഭാഗം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. ഇതിനൊരു മർമ്മം കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ വെളിപ്പാട് 20-ന്റെ 1, 2, 3 വായിച്ചാട്ട് ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്തൊന്ന് പഠിച്ചോണേ. പ്രാരംഭം. കണ്ടു. അവൻ പിശാചും സാത്താനും. അപ്പൊ നേരത്തെ ഉദ്ധരിച്ച അതേ പദം തന്നെ ഇവിടെ. പഴയ പാമ്പിനെ മതി മതി, എത്രയും ബാക്കി വേറെ സബ്ജക്റ്റിലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ കേട്ടത് സർവഭൂമിയെയും തെറ്റിച്ച് കളയുന്ന ഒരു സാത്താന്റെ വലിയ പ്രവൃത്തി ഉണ്ടെന്ന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ന്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചു. സർവഭൂമിയെ തെറ്റിച്ച് കളയുക, മനുഷ്യരെ തെറ്റിക്കുക, തമ്മിൽ തല്ലിക്കുക, കടിച്ചു കീറുക, നശിപ്പിക്കുക, തമ്മിൽ കൊന്നൊടുക്കുക, തമ്മിൽ പകയുണ്ടാക്കുക, ജാതിപെറിയിലും രാഷ്ട്രീയപെറിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ തമ്മിൽ തല്ലി കൊന്ന് കൊലവിളി നടത്തുന്ന ഒരു സാത്താന്യ ശക്തിയുടെ വ്യാപാരം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? സർവഭൂമിയെയും തെറ്റിച്ചു കളയുന്നു. രാഷ്ട്രങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നു, ജാതിയോട്, രാജ്യത്തോട് തമ്മിലടിപ്പിക്കുന്നു, തെറ്റിപ്പിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, രക്തം ചൊരിയിക്കുന്നു, കൊന്നു കുഴിച്ചു മൂടുന്നു. ഇതൊക്കെ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ, നമ്മുടെ വിഷയം 1000 ആണ്ട് വാഴ്ചയാണല്ലോ, യേശുക്രിസ്തുവിന്റെ രാജ്യത്വം. ഈ പിശാചിന്റെ പ്രവൃത്തി ഒന്നും ഇല്ലാത്ത കാരണം എന്താ? കാരണം ഇല്ലാത്തതിന് കാരണം എന്താ എന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. അതൊന്നുമില്ല. കറക്റ്റ്, കമോൺ പറട്ടെ ഇങ്ങോട്ട്. സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ ഒരു പ്രശ്നവും ആർക്കും പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഭൂമിയിൽ ഒരു പ്രശ്നവുമില്ല. മാവേലി നാട് വാണിലും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷം സമാധാനം വന്ന് ഐതിഹ്യം പാടിക്കൊണ്ട് നടക്കുക. നമ്മുടെ ഹൈന്ദവ സഹോദര മാവേലി എന്നൊരു സംഭവമൊന്നുമില്ല, ഉണ്ടെന്നൊന്നും ആരും വിശ്വസിക്കുന്നേ ഇല്ല. അതൊക്കെ ഒരു ഐതിഹ്യങ്ങളാണ്. എന്നാൽ ഇവിടെ ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ ലോകത്ത് ഒരു ദോഷവും ആരും ഒന്നും ചെയ്യുകയില്ല. ഒരു പ്രശ്നവും ആർക്കും ഉണ്ടാകത്തില്ല. തമ്മിൽ സ്നേഹിക്കും. പാമ്പിന്റെ പൊത്തിൽ കുഞ്ഞുവന്നെന്ത് ചെയ്യും? കൈയിടും. പുലിയും ആടും സിംഹവും എല്ലാം കൂടി ഒന്നിച്ചു മേയും. എന്താ കാരണം? ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ ഒരു ദോഷവും ഈ ഭൂമിയിൽ എങ്ങും ഉണ്ടാകുകയില്ല. പൂർണ്ണമായ ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലായിരിക്കും ഈ 1000 ആണ്ട് വാഴ്ച നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്നിവിടെ ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും വിവിധമായ പ്രശ്നങ്ങളുടെ പേരിലും മനുഷ്യനെ കൊന്ന് കൊലവിളി നടത്തുമ്പോൾ, വാത്സല്യ ദൈവമക്കളെ, കർത്താവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ ശാന്തസുന്ദരമായ ദൈവരാജ്യത്തിന്റെ ഭരണസീമയ്ക്കുള്ളിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു അതിവിദൂരമല്ലാത്തൊരു ഭാവി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതാണ് എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം. ഹല്ലേലൂയ. അങ്ങോട്ട് പോകാൻ നമ്മൾ ഒരുങ്ങണമെന്നാണ് ഇന്ന് പകൽക്കാലം ശക്തിയോടെ ദൈവാത്മാവ് നമ്മോട് വാദിക്കുന്നത്. അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ ഉള്ള നിങ്ങളുടെ എറണാകുളം പട്ടണത്തിലൂടെയൊക്കെ ഞാൻ ഈ വൈറ്റിൽ നിന്ന് അരൂരേക്ക് പോകുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇനി വരുമ്പോൾ ശ്രദ്ധിച്ചോണം. വൈറ്റിൽ നിന്ന് അരൂരേക്ക് പോകുന്ന വഴി അപ്പുറം ഇപ്പുറം നോക്കി കഴിഞ്ഞാൽ 800 കാർ വിൽക്കുന്ന കടയല്ല അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെന്താ? BMW, ഓഡിയും, പിന്നെ മെഴ്സിഡസും ഒക്കെ കാറാണ്. പമ്പർ കച്ചവടം അവിടെ നടക്കുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിത് കോടിക്കണക്കിന് രൂപയുടെ കാറുകൾ ഇറക്കിയിട്ട് കച്ചവടം ചെയ്ത്
അങ്ങനെ ലാഭമുണ്ടാക്കുന്ന വലിയ കുത്തക മുതലാളിമാർ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്ന കെട്ടിടങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള ബിസിനസ്സുകളൊക്കെ നോക്കി ഞാൻ സന്തോഷിക്കാറില്ല. ഞാനൊരു വാക്ക് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കില്ല. കർത്താവേ, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, ഇതെല്ലാം തീക്കായി. പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ആ വാക്യം ഒന്ന് കാണാതെ പറഞ്ഞേ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്യം ഇതിനോടനുബന്ധിച്ച്, സർവഭൂമിയും തീക്കായി സൂക്ഷിച്ചില്ല. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്തൊന്ന് വായിച്ചാട്ടെ. ആ വാക്യം എടുത്ത് പത്രോസിന്റെ 2-ാം ലേഖനം, ഹല്ലേലൂയ, അതിന്റെ 1-ാം അധ്യായം ആണോ? ഹല്ലേലൂയ, 3-ാം അധ്യായത്തില് ചിലർ താമസിക്കുമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. 2 പത്രോസ് 3:9 മുതൽ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ താമസിക്കുന്നില്ല. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ. അടുത്ത, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അടുത്ത, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അടുത്ത, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. മൂലപദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? മൂലപദാർത്ഥങ്ങൾ, ഹല്ലേലൂയ, സ്വർണം, വെള്ളി, ചെമ്പ്, അബ്രം, ഇരുമ്പ് ആദ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇരുമ്പല്ല, ഈയം. അതെല്ലാം കത്തിയരിയും. മൂലപദാർത്ഥങ്ങൾ വെന്തു പോകത്തില്ല, നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ കണക്കാക്കി വെച്ചിരിക്കുന്നത് പോലും എന്താ ഇവിടെ എന്ത് ചെയ്യും? എല്ലാം കത്തിയമരും. ഇപ്പൊ ഞാൻ ആ ഹൈവേയിലൂടെ പോകുമ്പോൾ കൈപൊക്കി ഇങ്ങനെ പറയാറുണ്ട്, ദൈവമേ, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നല്ലോ. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് മാത്രമേ ഉള്ളൂ വെന്തു പോകാത്ത. പുറമേ ഉള്ളതും വെന്തു പോകും. പുറമേ ഉള്ളതൊക്കെ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് ചുട്ടുകളയുന്നു, ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് പുഴുകൾ കൊടുക്കുന്നു, പാർസികളെ കൊണ്ടുവന്ന് പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുന്നു. അപ്പൊ ഏത് നിലയിലും ഈ പുറന്തോട് പത്രോസ് പറയുന്നത്, ഈ കൂടാരം പൊളിഞ്ഞു പോകാൻ എടുത്തിരിക്കുന്നു. ഈ കൂടാരം പൊളിഞ്ഞു പോകും. ഇത് മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നു, ഇത് മണ്ണാകുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ നശിച്ചു പോകാത്ത ഒരു ആത്മാവുണ്ട്. ആത്മാവ് ദൈവത്തിലേക്ക് വിലയം പ്രാപിക്കും. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപാടിന് ജീവിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അവര് വിശ്രാമ സ്ഥലത്തേക്കും അവിടെ നിന്ന് നിത്യതയിലേക്കും, അല്ലാത്തവരെ യാതന സ്ഥലത്തേക്കും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നിത്യമായ നരകത്തിലൂടെ തള്ളിക്കളയും. ഇതാണ് മനുഷ്യന്റെ അവസാനം. ഇതാണൊരു മനുഷ്യന്റെ അവസാനം. ഏത് ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെടുന്നവരുടെ അവസാനം ഇതാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗ വിഷയം, കർത്താവ് രാജാവായി ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ 1000 ആണ്ടേക്ക് ഭൂമിയെ പിശാചിനെ എന്ത് ചെയ്യും? ഭൂമിയുടെ അടിയിലുള്ള ആ ഒരു പ്രത്യേക സെല്ലിലേക്ക് പിശാചിനെ ബന്ധിച്ചിടും ദൈവത്തിന്റെ ദൂതൻ. ഇവിടെ തിരുവനന്തപുരത്തുള്ള ചില പാസ് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ അന്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പിശാചിനെ ഞാൻ ഇരിച്ചു കളയുന്നു, പിശാചിനെ ഞാൻ ദഹിപ്പിച്ചു കളയുന്നു, പിശാചിനെ ഞാൻ നരകത്തിലേക്ക് തള്ളിക്കളയുന്നു. എന്റെ പൊന്നു ചെറുക്ക, ഇതിനൊന്നും ദൈവം നിനക്ക് അനുവാദം തന്നിട്ടില്ല. അപ്പൊ എന്താ പാസ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? വിവരക്കേട് കൊണ്ട് വിളിച്ചു പറയുന്നതാ, ബോധമില്ലായ്മ കൊണ്ട് വിളിച്ചു പറയുന്നതാ, സുബോധം നഷ്ടപ്പെട്ട പറച്ചിലുകളാ. പിശാചിനെ ബന്ധിക്കുവാൻ ആർക്ക് അവകാശമുള്ളൂ? ദൈവം അയച്ച ഒരു ദൂതൻ പിശാചിനെ ബന്ധിക്കുന്ന സമയം. അതാണ് ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ച വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം. അപ്പോഴാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ദൈവപുത്രൻ ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ പിശാചിനെ എന്ത് ചെയ്യുന്നു? ബന്ധിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഭൂമിയിൽ ആർക്കും ഒരു അസ്വസ്ഥതയും സാത്താൻ ഉണ്ടാക്കത്തില്ല. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ. ഈ ഭൂമിയിലെ ജീവിതമായിട്ടാണ് ഞാൻ പറയുന്നത്, സ്വർഗത്തിലെ അല്ല. ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. സഭ എല്ലാവരും കൂടി, പഴയ നിയമ പുതിയ നിയമ എല്ലാം ഒന്നിച്ചു പോകും. അപ്പൊ ഈ ഭൂമിയിൽ ഒരു 1000 ആണ്ട് വാഴ്ച ദൈവപുത്രൻ ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ സാത്താനെ ബന്ധിച്ചിടും. ഇപ്പോൾ സാത്താൻ ബന്ധിക്കപ്പെട്ടവനല്ല. ഇപ്പോൾ സാത്താനെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്യത്തിന്റെ പ്രയോഗപ്രകാരം സാത്താൻ ഇപ്പോൾ പറയുന്ന പേരെന്താണ്? ഈ ലോകത്തിന്റെ പ്രഭു. ഈ ലോകത്തിന്റെ പ്രഭു. ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ മൗണ്ട് ബാറ്റൻ പ്രഭു എന്നൊരു പ്രഭുണ്ട്. അറിയാൻ അതിനെ കുറിച്ച്? ആ പ്രഭുവിനെ കുറിച്ചല്ല പറയുന്നത്. ദുഷ്ടപിശാചയായ ആ സത്വത്തെ ദൈവവചനം വിളിക്കുന്നതാണ് ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു.
യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒട്ടനവധി പ്രാവശ്യം പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഈ ലോകത്തിന്റെ പ്രഭു. 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിന്റെ ദൈവം. അവനുമായിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല. പെന്തക്കോസ്തുകാർക്ക് കാര്യമായിട്ട് അവരുമായിട്ട് ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ഏറെ പങ്കും അവനുമായിട്ട് ബന്ധമുണ്ട്, അവനുമായിട്ട് കൂട്ടാണ്. എന്നാൽ നമുക്ക് ആർക്കും അവനുമായിട്ട് യാതൊരു കൂട്ടുമില്ല, ബന്ധവുമില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ വഹിച്ച് ദൈവമക്കളായി തീർന്നവരാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ അംശികളായി തീർന്നവരാണ് നമ്മൾ. നമുക്കും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, ഒരു മെസ്സേജ് ഷോർട്ടായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട്. അത് പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഭൂമിയിൽ യുദ്ധങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു. ഇസ്രയേലും മറ്റ് അറബ് രാജ്യങ്ങൾ പലതുമായിട്ട് യുദ്ധം നടക്കുന്നു. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്നു. മറ്റു സ്ഥലങ്ങളിലൊക്കെ സെർബിയ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് യുദ്ധം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പല പല രാജ്യങ്ങളുമായിട്ട് അവിടെയൊക്കെ ചെറിയും വലുതുമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവവചന യുദ്ധമുണ്ട്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു പദപ്രയോഗം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത് ഇതിങ്ങനെയാണ്. ആ പദം സ്തോത്രം സ്തോത്രം സ്തോത്രം. നീയോ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഭടൻ എവിടെയാ നിൽക്കുന്നേ? ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനോടെ വീട്ടിൽ കയറിയിരിക്കുകയായിരുന്നു. യുദ്ധകളത്തിൽ, ഈ ലോകമാകുന്ന യുദ്ധകളത്തിൽ നിൽക്കുക. നമുക്ക് ഈ ലോകത്തിനെതിരെ യുദ്ധമുണ്ട്. ലോകം, ജഡം, പിശാച്, ഇതിനെതിരെ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം. വെളിപ്പാട് പുസ്തകം 7 സഭകളുടെ ദൂത് എഴുതുമ്പോൾ ജയിക്കുന്നവന് ജയിക്കുന്നവന് ജയിക്കുന്നവന്, തോൽക്കുന്നവനെ കുറിച്ചൊന്നും പറയുന്നില്ല. തോൽക്കുന്നവനെ കുറിച്ച് എന്ത് പറയാനാ? അവനെ നരകത്തിൽ കണ്ടാൽ മതി. ജയിക്കുന്നവൻ എന്നോടുകൂടി ഇരിപ്പാൻ വരുന്നത്. ഹല്ലേലൂയ. ജയിക്കുന്നവനാണ് കർത്താവിനോടുകൂടി ആയിരിക്കുന്നത്. അപ്പൊ ലോകം, ജഡം, പിശാചിനോട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച ഒരു ദൈവത്തിൽ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം. തോറ്റുപോകരുത്. തോറ്റുപോയാൽ നമ്മുടെ അവസ്ഥ പരാജയമാണ്. കാഹളം ധരിച്ച് കർത്താവ് വരുമ്പോൾ ഇവിടെ കിടക്കും. പിന്നെ അവന് വേണ്ടി ഒരു കർത്താവ് വരുന്നു എന്നൊരു ദൂത് ഞാൻ ഈ കുറഞ്ഞ നാളുകളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അവന് വേണ്ടി വരുന്ന കർത്താവിന്റെ പേരെന്താ മമ്മി? ഏത് ക്രിസ്തു അവന് വേണ്ടി വരുന്നത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും ഒരു സന്തോഷത്തിന് വകയുണ്ട്. കാരണം ഏത് ക്രിസ്തു വന്നവരെ ഭരിക്കും. ഏത് ക്രിസ്തു വന്ന് ഭരിക്കുമ്പോൾ ഭരണം എന്താണെന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ തന്നെ ബോധം കെട്ട് നിലത്തിൽ വീഴും. അതുകൊണ്ട് ആരും എതിർ ക്രിസ്തുവിന്റെ ഭരണ സമയത്ത് ഇവിടെ കിടക്കാൻ ഇടവരരുത്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന യൂട്യൂബില്, വാട്സപ്പ് നേരിട്ട് കേൾക്കുന്ന എല്ലാവരോടും വിനയത്തോടെ, താഴ്മയോടെ, സ്നേഹത്തോടെ ദൈവകൃപയിൽ നിലനിന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നമ്മളാരും ഇവിടെ കിടക്കരുത്. നമ്മളെല്ലാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ വരവിൽ ഈ ആമ്പാറ്റകളെ പോലെ നമ്മൾ പറന്നുയരണം. ഹല്ലേലൂയ. പത്രോസിനും പൗലോസിനും യോഹന്നാനും യാക്കോബിനും യൂദയ്ക്കും ആ പ്രത്യാശ ഉണ്ടായിരുന്നു. കർത്താവ് വന്ന് ഞങ്ങളെ ചേർക്കുമെന്ന്. യേശു ക്രിസ്തു വന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ അവൻ ഞങ്ങളെ ഉയർപ്പിക്കുമെന്ന് കർത്താവിന്റെ ദാസന്മാർ സാക്ഷ്യം പറയുന്നുണ്ട്. നമ്മൾ എന്തോരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ ശരീരത്തെ നോക്കി പറയുക, നിന്റെ ഈ രോഗമുള്ള ശരീരം മാറി ഒരു പുതുപുത്തൻ ശരീരം നിനക്ക് തരാൻ പോകും. ഹല്ലേലൂയ. നിന്റെ കഷ്ടതകളും നിന്റെ കണ്ണുനീരും നിന്റെ ദുഃഖങ്ങളെല്ലാം മാറി നിത്യമായ സന്തോഷം ദൈവം നിനക്ക് തരാൻ പോകുന്നുവെന്ന് ഞാൻ എപ്പോഴും എന്നെ തന്നെ നോക്കി പറയുക. കാരണം ആ പ്രത്യാശയുടെ വാക്കുകൾ ഈ ശരീരം ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാച്ചുള്ളവർ സാത്താൻ ഒന്ന് കേൾക്കട്ടെ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഉറങ്ങിയും മയങ്ങിയും തൂങ്ങിയിരിക്കാതെ ദൈവവചനം പഠിച്ച് അഭ്യസിച്ച് അനുസരിച്ച് ജീവിച്ച് പ്രത്യാശ നിറഞ്ഞൊരു ക്രിസ്ത്യ ജീവിതം കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരം പ്രാപിക്കും. അല്ലെങ്കിൽ കർത്താവ് അത് നമ്മൾ മരിച്ചുപോയാൽ അതിനു മുമ്പ് മരിച്ചതിന് ശേഷം കർത്താവ് വന്നാൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അല്ലെങ്കിൽ ഒരു രൂപാന്തരം. ഈ രണ്ടിലൊന്ന് കിട്ടാൻ വേണ്ടി ക്രിസ്ത്യ ജീവിതം നയിക്കണം. അല്ലാത്തവരാരും ഈ വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല. അതുപോലുള്ള പ്രതികൂലങ്ങൾ ഇവിടെ ലോകത്ത് വരാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഈ ലോകത്ത് ആഞ്ഞടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു നാന്ദിയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ചിലരൊക്കെ പറയുന്നു നമ്മളെല്ലാവരും ഒരടിച്ചങ്ങ് പൊളിച്ച് നമ്മൾ വിജയശ്രീലാളിതരായി മാറും. ഓക്കെ, ഞാനതിനെതിരല്ല. ഞാൻ ഐ സപ്പോർട്ട്സ്. ആ പറഞ്ഞ വാക്കിന് ഞാൻ പിന്താങ്ങുന്നു. പക്ഷേ നമ്മൾ എത്രയോ വർഷം പുറകോട്ട് പോകും. ഇല്ലേ? എത്രയോ വർഷം നമ്മൾ പുറകോട്ട്. കഷ്ടതകളും പട്ടിണിയും ബുദ്ധിമുട്ടും
വണ്ടിക്കടിക്കാവുന്ന പെട്രോളിൻ്റെ വിലയും അരിയുടെ വിലയും പൊരിയുടെ വിലയും എല്ലാം കൂടി ജനങ്ങൾ വളരെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് യുദ്ധം നമ്മെ മാറ്റിവിടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മളവരെ ജയിക്കും, കാര്യം ശരി, അവരെ കുറേയൊക്കെ കൊന്നു പിടിക്കും, ശരിയാ, നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും. മറുവശത്ത് ഭൗതികമായി നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എത്ര പേര് മനസ്സിലാക്കും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നൊരു വാക്യമുണ്ട്, അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, യുദ്ധം മൂത്ത് വലിയ നഷ്ടം ഉണ്ടാകാതെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമേ. ഭീകരന്മാർ കീഴടങ്ങാൻ ഇടയാകണമേ. ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ പട്ടണത്ത് ഒരു സ്വസ്ഥത നൽകണമേ. സ്വത്രം. ജമ്മു കാശ്മീരിൽ ആ ഭാഗങ്ങളിൽ ബോർഡറിലാണ്, പാകിസ്ഥാനായിട്ടുള്ള ബോർഡറിലാണ് യുദ്ധം നടക്കുന്നെങ്കിലും ഈ കൊച്ചിയിൽ നിങ്ങൾ ചെന്ന് നോക്കിയോ, ജാഗരൂകരായിട്ടിരിക്കുക കൊച്ചിയിൽ ഇന്ത്യൻ നേവി. സ്വത്രം. അവിടുത്തെ എല്ലാവരും സജ്ജമായിട്ടിരിക്കുക, ഏത് ആക്രമണം വന്നാലും എതിർക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക. അതുപോലെയാണ് ദൈവമക്കളെന്ന് ഓർത്തുകൊള്ളണം. പിശാചിന്റെ പോരാട്ടങ്ങൾ വരുമ്പോൾ, പിശാചിന്റെ തീയമ്പുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സത്യമരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പുകളെ കെടുപ്പാൻ വിശ്വാസം എന്ന് പരിചയം, രക്ഷം എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു ആയുധം കൂടെ പറയുന്നുണ്ട്. ആരെങ്കിലും എടുത്ത് വായിച്ചേ. 1 പത്രോസ് 4:1. 1-2 വാക്യങ്ങൾ. അത് പലർക്കും അറിയത്തില്ല. ആ ആയുധത്തെ കുറിച്ച് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പി. കഷ്ടത വരുമ്പോ പിശാചി എന്ന് പറഞ്ഞ് ശാസിച്ച് വിടുന്ന ന്യൂ ജനറേഷൻ പാസ്റ്റർമാര് കണ്ടെയ്നർ കണക്കിന് കിടക്കുക നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ആഗോള വ്യാപകമായി. അതുകൊണ്ടാണ് ആ 8-ാമത്തെ ആയുധം ഞാനെടുത്ത് ശക്തിയോടെ വിളിച്ചു പറയുന്നത്. ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന നിനക്കെതിരെ കഷ്ടത വരും, ബുദ്ധിമുട്ട് വരും, ഞെരുക്കം വരും, ഭാരം വരും. അത് പിശാചിനെതിരെ ഒരായുധമായിട്ട് ധരിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരിക. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു മുഖോരവ് പറഞ്ഞിട്ട് നമുക്ക് കുറിവാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പ്രാർത്ഥിക്കുക ഒരു നിമിഷം കൂടി. കർത്താവേ, യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, യേശുക്രിസ്തു രാജാവായി ഭൂമിയെ ഭരിക്കാൻ വരുന്നു എന്ന വിഷയത്തിന്റെ പഠനത്തിന്റെ ഹല്ലേലൂയ 3-ാം ദിനത്തിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവ്, ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനത്തിന്റെ മാർമിക സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഗ്രഹിക്കുവാൻ, ആത്മാവിൽ പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തരണം. പരിശുദ്ധാത്മാവ് അതിനായി ഈ സാധുവിന്റെ നാവിനെ ഉപയോഗിക്കണമേ. തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടപോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വചനം ശക്തിയോടെ വെളിപ്പെട്ടു വരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം കർത്താവിന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. യൂട്യൂബിലെ ഈ മെസ്സേജിന്റെ ക്ലിപ്പുകൾ കിടപ്പുണ്ട്. ഓരോ മാസവും നമ്മൾ പ്രസംഗിക്കുന്ന വിഷയങ്ങൾ അത് അടുക്കായിട്ട് അതിൻ്റെ ഹെഡിങ് കൊടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണാത്തവർ കാണുക. ഇതിൻ്റെ മുൻഭാഗങ്ങൾക്ക് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കത് യൂട്യൂബിൽ ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്നടിച്ചാൽ നിങ്ങൾക്കത് ലഭ്യമാണ്. അത് നിങ്ങൾ കേൾക്കുക, കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. വിഷയത്തിൻ്റെ തുടർമാനമായ പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നുള്ളത് ആരും അധികം പ്രസംഗിച്ച് കേൾക്കാത്തൊരു വിഷയമാണ്. അപ്പോൾ തന്നെ പിതാക്കന്മാരായ പാസ്റ്റർമാർ ഒത്തിരി പേര് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ പാസ്റ്റർമാരുടെ നാവിലൊന്നും ഈ പ്രസംഗം കയറി വരത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അവരോട് തന്നെ ചോദിക്കണം. ഈ ഇടയ്ക്ക് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററിൻ്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ 2000 ആണ്ട് വാഴ്ചയിലെ വിഷയം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പാസ്റ്റർ, ഇതൊന്നും പറയാൻ ആരും ഇല്ല എന്ന് പുള്ളി ഒരു വാക്ക് പറഞ്ഞു. വേറൊരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു. അതെന്താണെന്ന് അറിയണമോ? ആർക്കും അറിയത്തില്ല. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ആർക്കും അറിയത്തില്ല. പിന്നെ എന്തിനാണാവോ ഇത് ചോദ്യം നടക്കണമെന്ന് ഞാൻ കേട്ടു. ഈ 66 പുസ്തകം അടങ്ങിയ ഈ വേദപുസ്തകം എന്തിനാണ് ഇവർ ചോദ്യം നടക്കുന്നത്?
ഇത് തറയെ വെച്ചിട്ട് ഏതെങ്കിലും ആ പഴയ പണി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് എൻ്റെ ഒരു ചോദ്യം കേട്ടോ, ഞാനങ്ങനെ പറയുകയല്ല. കാരണം ആസ്വദിച്ചിരിക്കുക. കാരണം ഇതിലുള്ള വിഷയമല്ലേ, ഇതിലുള്ള നമ്മുടെ ഭാവി പ്രത്യാശയല്ലേ 1000 ആണ്ട് വാഴ്ച. അത് പ്രസംഗത്തിൽ ജനത്തെ കേൾപ്പിക്കണ്ടേ? കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ വയറ് മുറുക്കി ഉടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച മാതാപിതാക്കളുണ്ട്, വിശ്വാസികളും അല്ലാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ പഠിപ്പിച്ച് അവർ ജോലിയൊക്കെ മേടിച്ച് തലതിരിഞ്ഞു പോയ കുട്ടികളും അങ്ങനെ നിരാശയോടെ കിടക്കുന്ന മാതാപിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഉള്ള സമയത്ത് ദൈവമക്കളെ, കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങളുടെ കഷ്ടതകളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും മാറുന്നൊരു സുദിനമുണ്ട്. 1000 ആണ്ട് വാഴ്ചയിലേക്ക് യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ നമ്മൾ സഭയെടുത്തതിന് ശേഷം 7 വർഷത്തെ മഹോദരകാലം നടക്കും. ആ മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം ഒരു 1000 ആണ്ട് വാഴ്ച യേശുക്രിസ്തു തൻ്റെ ജനവുമായിട്ട് ഈ ഭൂമിയിൽ വാഴും. അപ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം മാറും, ദുഃഖങ്ങളെല്ലാം മാറും, പ്രയാസങ്ങളെല്ലാം മാറും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ സ്തോത്രം 1 മുതൽ 5 വരെയുള്ള വാക്യം ഞാനിത് പറയുന്നതിന്റെ കാരണം എനിക്കിതറിയാം ഈ വാക്യങ്ങൾ, പക്ഷെ ഇതിന്റെ വിഷയം വായിച്ച പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള, അതായത് കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ മണവാളന, അതുകൊണ്ട് ആ പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി. അത് സഭയെ കുറിച്ച് പറയുക. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കാരണം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി വരാൻ പോകുന്ന കാലം അത് അങ്ങനെ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എത്ര കാര്യങ്ങൾ മാറ്റപ്പെടുമെന്ന് പറയുന്നു. കണ്ണുനീർ തുടച്ചു കളയപ്പെടും. ഒന്ന്, മരണം ഉണ്ടാവുകയില്ല. മരണം മാറ്റപ്പെടും. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഒരു സന്തോഷവും ഇല്ല. 5 കൂട്ടം കാര്യങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ കൊടികുത്തി വാഴുക. എന്തൊക്കെയാ അത്? കണ്ണുനീര്, മരണം, ദുഃഖം, മുറവിളി, കഷ്ടത. ഈ 5 കൂടി നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് 1000 ആണ്ട് വാഴ്ചയിലല്ല, ഇത് പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വിഷയമായി പറയുന്ന കേട്ടോ. പുതിയ ആകാശം പുതിയ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയിലില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്തോത്രം 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. അവിടുത്തെ അവസ്ഥയായി പറയുന്നത്. എന്തില്ല? കഷ്ടതയില്ല. 1000 ആണ്ട് വാഴ്ചയിലും ഇല്ല കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ വേദോസ്തവം എടുത്തോണ്ട് വിശ്വാസിയായിട്ട് നമ്മൾ നടക്കുന്നതിന്റെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ഈ 5 കാര്യങ്ങൾ ഇവിടെ കൊടികുത്തി വാഴുന്നു. എന്തൊക്കെ? കണ്ണുനീര്, മരണം, ദുഃഖം, മുറവിളി, കഷ്ടത. ഇത് 5ഉം മാറി ശാന്തസുന്ദരമായൊരു ഭരണം ഈ 1000 ഈ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നു. ഒപ്പം 1000 ആണ്ട് വാഴ്ചയിലും നമുക്ക് ലഭിക്കുന്നു. സ്തോത്രം. 2 പഠനം കൂടി ഒന്നിച്ചായിക്കോട്ടെ. അപ്പൊ അതിനു വേണ്ടിയാ നോക്കിയാ നമ്മൾ ഇരിക്കുന്നത്. ഈ 2 കൊരിന്ത്യർ ലേഖനം സ്തോത്രം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചാൽ 4:16. അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും പുതുക്കം പ്രാപിക്കുന്നു. നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവായി തീരുന്നു. വാക്യം വരാനാ ഞാൻ വായിച്ചത്. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മൾ എന്തിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു? മോനെ ലണ്ടനിൽ നിന്ന് വരികയാണെങ്കിൽ അവൻ വരുന്നത് നോക്കിയിരിക്കുക. ഈ കണ്ണുകൊണ്ട് അമ്മ കണ്ണുകൊണ്ട് കാണല്ലേ? ശരിയാ, വേണ്ട ഇരിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം.
നമുക്ക് കിട്ടുന്ന നന്മകളൊക്കെ കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് വാങ്ങാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരാളെ ജോലി ചെയ്ത് അധ്വാന സമയത്ത് ആ നന്മ കിട്ടാൻ നോക്കുക. അതല്ല, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഭൂമിയിലെ ഒരു കാര്യത്തെക്കുറിച്ചും അല്ല ഇവിടെ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഞങ്ങൾ കാണുന്നതിനെ അല്ല നോക്കുന്നത്. നമ്മൾ കാണുന്നതിന് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണോ? നോക്കേണ്ടത് ഞാൻ പറയത്തില്ല. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ കാണുന്നതിനെ നമ്മൾ നോക്കിയേ പറ്റൂ. എന്നാൽ കാണാത്തതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് പോകുന്നവരാണോ നമ്മൾ? അതാ ചോദ്യം. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സ്വർഗീയമായ അനുഗ്രഹങ്ങളും സ്വർഗരാജ്യവും പുതിയ ആകാശവും പുതിയ ഭൂമിയും രൂപാന്തരവും സ്വർഗീയ ദൂതന്മാരും ദൈവത്തെയും സ്വത്രം ആത്മാവിൽ കാണുവാനുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു താല്പര്യം, അല്ലെങ്കിൽ ഒരു ഒടുങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ദൈവമക്കളെ? ഇന്ന് പൽക്കാലം ചോദിക്കുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരി കഷ്ടങ്ങളും ഒത്തിരി രോഗങ്ങളും ഒത്തിരി പ്രയാസങ്ങളും കടന്നു വരിക. അപ്പൊ ഞാൻ ചിന്തി, എൻ്റെ ദൈവമേ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ വേറൊരു ചിന്ത കർത്താവ് തന്നത്, അത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നിത്യാനന്ദം കിട്ടാൻ പോകുക. ഒരു വലിയ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുക. ഒരു വലിയ മഹാസന്തോഷം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുകയാണ്. അത് ഈ ലോകത്തിന്റെ സന്തോഷമല്ല. അതിന് പത്രോസ് പറയുന്ന ഒരു ഭാഷയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഷ എന്തോ അല്ല, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. തോറ്റുപോയി, എല്ലാവരും തോറ്റുപോയി. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. ഒരു കാർ നമ്മൾ മേടിച്ചാൽ കുറച്ചാൾ നമ്മൾ പറയുന്നത്, ഒരു കാർ മേടിച്ചു മതി, കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ പോകും. എവിടെയെങ്കിലും കൊണ്ട് നല്ല ഇടിച്ചു കഴിഞ്ഞാൽ സന്തോഷം അതോടെ തീർന്ന്. പിന്നെ അത് പണിതെടുക്കുന്നവരെയും ദുഃഖം തന്നെ ഹൃദയം. ഹല്ലേലൂയ. അതുപോലെ പലതും നമ്മൾ വാങ്ങുന്നതിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം തീരും. പക്ഷെ ഈ സന്തോഷം അങ്ങനെയല്ല. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ആരാ? ദൈവമക്കൾ. ഈ ഭൂമിയിൽ ആനന്ദിക്കുന്നു, സ്വർഗത്തിലും പോയി ആനന്ദിക്കും. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ആനന്ദിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിൽ പോയി ആനന്ദിക്കാൻ കഴിയുന്നത്.